പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ജാനകി കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും ജാനകി മനസ്സിലാക്കുകയാണ്. എൻ്റെ ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്നും ജാനകി തിരിച്ചറിയുകയാണ്. അങ്ങനെ അത് ജാനകി ദേവയാനിയോട് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴും ദേവയാനി സത്യങ്ങളൊന്നും ജാനകിയോട് പറയുന്നില്ല. എന്തായാലും താൻ നയനയോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓർത്ത് വല്ലാതെ പശ്ചാത്തപിക്കുന്നുണ്ട് ജാനകി. അന്നത്തെ ദിവസം ഓഫീസിൽ നിന്നും വളരെ ക്ഷീണിച്ചാണ് നയന എത്തിയത്. ദേവയാനിയാണെങ്കിൽ ചായയൊക്കെ കൊണ്ടുപോയി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. തലവേദന എടുത്തിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് അനാമിക വന്ന് നയനയെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പലതും സംസാരിക്കുകയാണ്. നയനയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് ദേഷ്യം വന്ന് അനാമികയെ തല്ലാൻ കൈ ഓങ്ങുന്നുണ്ട്. അനാമികയാണെങ്കിൽ നല്ല ദേഷ്യത്തോടെ നീ എനിക്ക് നേരെ കൈ ഓങ്ങാനൊക്കെ ആയോടി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ചായ എടുത്ത് നയനയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അനാമിക കാണിച്ച ഈ തെമ്മാടിത്തരത്തിൽ നല്ല ചീത്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാനകി. അതോടൊപ്പം നയനോട് മാപ്പ് പറയാനും ആവശ്യപ്പെടുകയാണ്. എന്നാൽ അനാമിക വീണ്ടും പറയുകയാണ്, അവൾ എന്നെ നല്ലതായിട്ട് കൈ ഓങ്ങിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴേ കുറ്റം മുഴുവൻ അവളുടെ ഭാഗത്താണ്. ഞാൻ ഇതിന് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയും പറഞ്ഞ് അഹങ്കാരത്തോടെ നിൽക്കുമ്പോൾ ജാനകി തിരിച്ചു പറയുന്നുണ്ട്, നീയേ മാപ്പ് പറഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവള് നിൻ്റെ ഏട്ടത്തിയാ, നിൻ്റെ ചേച്ചിയുടെ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള നയന നിന്നെ തല്ലിയെന്ന് കരുതി നിനക്കൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് മാപ്പ് പറയേ. ഇങ്ങനെ അനാമികയ്ക്ക് നേരെ ജാനകി കൽപ്പിക്കുന്നുണ്ട്. പിന്നെയും എനിക്ക് പറ്റില്ല എന്ന് തന്നെയാട്ടോ അനാമിക പറയുന്നത്. ഇതുകൂടി ആയപ്പോഴേക്കും ജാനകിയുടെ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട്. അനാമികെ, നീ ചെയ്തത് വലിയ തെറ്റാണ്. ഇത് അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതിലും വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ നയനോട് മാപ്പ് പറയണം. അനാമികയാണെങ്കിലും വേറെ വഴിയില്ല എന്ന് കണ്ടതോടുകൂടി നയനോട് മടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അനാമിക അവിടുന്ന് പോയി കഴിഞ്ഞ് ജാനകി നയനോടായിട്ട്, മോളെ, അവൾ ചെയ്തത് വലിയൊരു തെറ്റാണ്, നീ അവളോട് ക്ഷമിച്ചേക്ക്. എന്നാൽ ജാനകിയുടെ ഈ മാറ്റം കാണുമ്പോൾ ശരിക്കും അമ്പരന്ന് പോകുന്നുണ്ട് നയന. തന്നോട് ഇത്രയും നാൾ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഇളയമ്മ ഇപ്പോൾ തന്നോട് ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടെ പെരുമാറണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല നയനയ്ക്ക്. പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ കൈയും കെട്ടി നോക്കി നിന്നോ, നല്ല കണക്കിന് കൊടുക്കേണ്ടായിരുന്നോ എന്നിങ്ങനെ അനാമികയെക്കുറിച്ച് പറയുമ്പോൾ നയന ആദർശിനോട് പറയുന്നുണ്ട്, അത് പിന്നെ ആദർശേട്ടാ, ഞാൻ കൈ ഓങ്ങിയതാ. എന്നാൽ അവൾ തിരിച്ച് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ച സംഭവം ഇതൊന്നുമല്ല കേട്ടോ. എന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ലാതിരുന്ന ഇളയമ്മ ഉണ്ടല്ലോ, ഇളയമ്മ അവളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. എനിക്ക് ഉറപ്പാണ് ആദർശേട്ടാ, ഇളയമ്മയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഉടനെ ആദർശം പറയുന്നുണ്ട്, നീ ഈ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് ഇളയമ്മയല്ലേ. പിന്നീട് ഓരോ തെറ്റിദ്ധാരണ വന്ന് ഇളയമ്മയെ ഇങ്ങനെയൊക്കെ ആയി. അതും ആ അനാമിക കാരണം. ഇപ്പോൾ ആ അനാമികയും അപ്പച്ചിയും പറയുന്നതാണല്ലോ ഇളയമ്മ കണ്ണടച്ച് വിശ്വസിക്കുന്നത്. എന്തായാലും നിന്നെ സ്നേഹിച്ചിരുന്ന ആ പഴയ ഇളയമ്മ ഇനി അധികം സമയത്തേക്ക് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇളയമ്മ പഴയതുപോലെ തന്നെയാകും. അങ്ങനെ പറയുന്നത് ഉണ്ട് കേട്ടോ ആദർശ് നയനയോട്. ജാനകിയാണെങ്കിൽ നയനോട് പെരുമാറിയതെല്ലാം ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനിയെ കാണുമ്പോൾ ജാനകി എഴുന്നേറ്റ് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നീ എങ്ങോട്ടാ പോകുന്നേ? എന്നെ കണ്ടിട്ടാണോ? ഏയ് അല്ല ഏട്ടത്തി. ഏട്ടത്തി പല കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാ ഏട്ടത്തിയോട് സംസാരിക്കുന്നേ? ഉടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ ജാനകി നീ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്തു മറച്ചു വെച്ചെന്നാ നീ പറയുന്നേ? അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലേ? ഈ വീട്ടിലെ എല്ലാവരും അറിയുന്ന സത്യം ഏട്ടത്തി എന്നോട് മാത്രം പറയാതെ വെക്കുന്നത് എന്തിനാ? ആ കാര്യം എനിക്ക് എത്രയായിട്ട് മനസ്സിലാകുന്നില്ല. ദേവയാനിക്കാണെങ്കിൽ ജാനകി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ജാനകി. അപ്പോഴാണ് ജാനകി തുറന്നു പറയുന്നത്, ഏട്ടത്തി ഇനി ഏട്ടത്തി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല.
ഞാൻ ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടു. ഏട്ടത്തിക്ക് ലിവർ തന്നത് നയനമോളാണല്ലേ? ഏട്ടത്തിക്ക് പെട്ടെന്നുണ്ടായ ആ മാറ്റത്തെക്കുറിച്ച് ഞാൻ പലതവണ ഏട്ടത്തിയോട് ചോദിച്ചു. പക്ഷേ ഏട്ടത്തി ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല. നയനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ശേഷം വീണ്ടും ചോദിക്കുകയാണ്, ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് നയനയാണല്ലേ? അക്കാര്യം ഞാനൊഴികെ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും ചേർത്ത് എന്നോടത് മറച്ചു വയ്ക്കുകയല്ലേ ചെയ്തത്? ജാനകിയുടെ ഈ വാക്കുകളെല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി. ജാനകിയാണെങ്കിൽ പിന്നെയും പരിഭവത്തോടെ പറയുകയാണ്, എന്നാലും ഇതെല്ലാം അറിഞ്ഞിട്ടും ഏട്ടത്തി എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. നയനയുടെ നന്മയൊന്നും മനസ്സിലാക്കാത്ത ഞാൻ അവളോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. ഇത്രയും നാൾ അന്ന് നയനയുടെ വീട്ടിൽ പോയപ്പോൾ അനാമിക അവളെ തള്ളിയിട്ടപ്പോൾ പോലും ഞാൻ അവരെയാണ് കുറ്റപ്പെടുത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ അനാമിക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ടും ഞാൻ നയനയെ കുറ്റപ്പെടുത്തി. ഉടനെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാനകിയോട്, ജാനകി, നീ ഇപ്പോഴും മുഴുവനൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യം അറിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആദർശോ ജയേട്ടനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടല്ല. ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. എനിക്ക് ലിവർ തന്നത് നയനയാണെന്ന് എനിക്കറിയാമെന്ന് അവർക്കും അറിയില്ല. ദേവയാനി ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ജാനകിക്കൊന്നും മനസ്സിലായില്ല. ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? ദേവയാനി തെളിച്ച് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് ജാനകി. ആദർശനും ജയേട്ടനും അജയനും അച്ഛനും അമ്മയ്ക്കും അനിക്കും അവർക്കൊക്കെയും ഈ സത്യമറിയാം. പക്ഷേ എൻ്റെ അടുത്ത് അവരാരും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും അവരെന്നോടൊന്നും പറയാതിരുന്നത്. പക്ഷേ ആ കുട്ടിയെ എനിക്ക് കണ്ടെത്തണമെന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എൻ്റെ ജീവൻ രക്ഷിച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടി നയനയാണെന്ന്. അതിനുശേഷം തന്നെയാണ് എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്. നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നിന്നെപ്പോലെ നയനയെയും അവളുടെ വീട്ടുകാരെയും അവരുടെ നന്മ മനസ്സിലാക്കാതെ ഞാനും ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാം അവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. തെറ്റും ശരിയും മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു, അത്രയേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം അറിയുന്ന ജാനകി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഏട്ടത്തിക്ക് ഈ കാര്യം അറിയാമെന്നുള്ളത് നയനയ്ക്കറിയില്ലേ? ഇല്ല ജാനകി, ആർക്കും അറിയില്ല. ഞാൻ ആരുടെയും അടുത്ത് പറയാതിരിക്കുന്നത് അവരെല്ലാവരും എന്നോട് ഈ കാര്യം മറച്ചു വെച്ചതല്ലേ. ആ ദേഷ്യത്തിൽ തന്നെയാണ് ആരോടും പറയാതെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു മധുരപ്രതികാരമാണെന്ന് കൂട്ടിക്കോ. ഇത് നീ ആയിട്ട് ആരോടും പറയണ്ട. അവർ നമ്മളോടൊക്കെ പറയുന്ന ഒരു ദിവസം വരുമല്ലോ, അന്ന് അവർ മനസ്സിലാക്കട്ടെ നമ്മൾ എല്ലാ കാര്യവും മുൻപേ അറിഞ്ഞു എന്ന്. എന്തായാലും ജാനകി പറയുന്നുണ്ട്, എന്നാലും ഏട്ടത്തി, നയനമോളോട് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുക. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതേ ജാനകി, നിൻ്റെ പോലെ തന്നെ എനിക്കും വല്ലാത്ത കുറ്റബോധമുണ്ട്. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അവളോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാത്തിനും ഒരു പ്രായശ്ചിത്തമായിട്ട് അടുക്കളയിൽ കയറിയതും അവൾക്ക് വേണ്ടി ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതും. ആ രീതിയിലൊക്കെയാണ് ജാനകി ഞാൻ അവളോട് ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുന്നത്. എന്നാലും ജാനകി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ഏട്ടത്തി എങ്ങനെയാണ് അവളോട് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീയായിട്ട് അവളെ ഇനി ഓവർ സ്നേഹമൊന്നും കാണിക്കണ്ട. എങ്കിലും ഉള്ളിലൊരു സ്നേഹം അതെപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ദേവയാനിയും ജാനകിയും കൂടിയിട്ട് നയനയെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദേവയാനി നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുമ്പോൾ ജാനകി ദേവയാനിയുടെ കൂടെ എല്ലാത്തിനും സഹായിക്കുന്നുണ്ടാകും. അങ്ങനെ ദേവയാനി ജാനകിയോടായിട്ട്, ഞാൻ എന്തായാലും മോൾക്ക് കുറച്ച് സ്വർണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിലോ എല്ലാം പഴയ സ്വർണങ്ങളാണ്. മോളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിസൈൻസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. മോൾക്ക് തന്നെ ആ ഡിസൈൻ അനുസരിച്ചുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. എനിക്ക് ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് സന്തോഷമാകുന്നുണ്ട്. അതിനെന്താ ഏട്ടത്തി, ഈ കാര്യം ആദർശിനോട് കൂടി പറ.
ഇപ്പോൾ നയനോടൊന്നും പറയണ്ട, ഏട്ടത്തിക്കാണെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ മതി, എന്നിട്ട് നയനയ്ക്ക് കൊടുത്താൽ മതി. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതുതന്നെയാണ് ജാനകി ഞാനും കരുതിയത്. അങ്ങനെ ദേവയാനി ആദർശിൻ്റെ അടുത്ത് ആ പഴയ സ്വർണവുമായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ജ്വല്ലറിയിൽ നല്ല കളക്ഷനൊക്കെ വന്നിട്ടില്ലേ, നയനയാണല്ലോ ഇപ്പോൾ അവിടുത്തെ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ അതിൽ നിന്നും നല്ല ഡിസൈൻസ് ഉള്ള മാലകളും വളകളും ഒക്കെ സെലക്ട് ചെയ്ത് ഈ സ്വർണം വെച്ചുണ്ടാക്കണം. എല്ലാം നീ തന്നെ സെലക്ട് ചെയ്താൽ മതി. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് നയനയുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്. പക്ഷേ ദേവയാനിക്കറിയാം അത് നയന തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നതെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ സ്വർണ്ണാഭരണങ്ങളെല്ലാം റെഡിയാക്കി ദേവയാനിയുടെ കയ്യിൽ തന്നെ ആദർശ് പിന്നീട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ദേവയാനി അത് കാണുമ്പോൾ ചോദിക്കും, അല്ല, ഇത് നിൻ്റെ ഭാര്യയുടെ സെലക്ഷനാണോ അതോ നിൻ്റെയോ? ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണെന്ന് ആദർശ് പറയുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നയന തന്നെ സെലക്ട് ചെയ്തതാണെന്ന്. എന്തായാലും അതെല്ലാം കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് ദേവയാനിക്ക്. നയന തന്നെ ഉണ്ടാക്കിയ ഡിസൈനല്ലേ, അപ്പോൾ എന്നെയെല്ലാം ആഭരണങ്ങളും നയനയ്ക്ക് ഇഷ്ടമായിരിക്കും എന്ന് ദേവയാനിക്ക് നന്നായിട്ടറിയാം. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ പെട്ടെന്ന് സ്വർണമെല്ലാം മാറ്റിയെടുക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ ദേവയാനി പറയും, അത് പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ സ്വർണ്ണമുണ്ടെന്ന് നിനക്കറിയാലോ. ഇതെല്ലാം ഇവിടെ എല്ലാം വെറുതെ ഇരിക്കുമല്ലേ, പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മരുമകൾക്ക് കൂടി അത് ഇടാലോ. അതു കരുതിയിട്ടാണ് ഞാൻ മാറ്റിയെടുക്കാൻ പറഞ്ഞത്. ഇത് കേട്ട് ആദർശും നയനയും ഞെട്ടുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നോക്കണ്ട, ഇത് ഞാൻ ഇവൾക്കായിട്ട് കൂടി ഉണ്ടാക്കിയതാ. ഇവൾ കുറേ ഡിസൈൻസൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇവൾക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് അവൾക്ക് വലിയ സങ്കടമാവില്ലേ? ഇനി ആ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് എങ്ങാനും പോയാലോ? നിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവൾക്കായിട്ട് കൂടി ഉണ്ടാക്കിച്ചത്. എന്നാൽ നയന പറയും, അമ്മേ എനിക്കിതൊന്നും വേണ്ടായിരുന്നു. നീ വേണ്ടാന്നൊക്കെ പറയും, പക്ഷേ നിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ അമ്മായിമ്മ നിനക്കൊന്നും വാങ്ങിത്തന്നില്ല എന്ന്. അനാമികയ്ക്ക് ഞാൻ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും നിനക്ക് ഞാൻ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നീ ഉണ്ടാക്കിയ ഡിസൈൻസ് തന്നെ നിനക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് നീ ഇത് വാങ്ങിക്കാൻ പറയുന്നുണ്ട് നയനയോട് ദേവയാനി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ആട്ടോ നമ്മുടെ അനാമിക വരുന്നത്. ദേവയാനി നയനയ്ക്ക് സ്വർണം കൊടുക്കുന്നതെല്ലാം കാണുമ്പോൾ അനാമികയുടെ രക്തം തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് വന്നിട്ട്, എന്താ വല്യമ്മേ ഇത്, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ്. ഇതൊക്കെ നയനയ്ക്കുള്ളതാണോ വല്യമ്മേ? ഇതൊക്കെ ഇവൾക്ക് എന്തിനാ ഇത്രമാത്രം സ്വർണമൊക്കെ കൊടുക്കുന്നത്? ഞാൻ നിനക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ടില്ലേ മോളെ? ഇതിപ്പോൾ ഇവൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൾ ഈ വീട് വിട്ട് പോകാതിരിക്കാനാണ് ഞാൻ കരുതി. എൻ്റെ ആദർശിൻ്റെ ഉറക്കം കളയില്ലേ ഇവൾ പോയാൽ? അതുകൊണ്ട് ഞാൻ ഇവൾക്കായിട്ട് കുറച്ച് സ്വർണം കൊടുക്കണ്ടേ? അങ്ങനെയും പറഞ്ഞ് നയനയ്ക്ക് സ്വർണം കൊടുക്കുകയാണ് ദേവയാനി. നയനയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇതൊന്നും ഇടാൻ പോകുന്നില്ല. പക്ഷേ ദേവയാനി പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ നീ ഓഫീസിലോട്ടൊക്കെ പോകുന്നില്ലേ, നീ വലിയ ഡിസൈനർ അല്ലേ, അതുകൊണ്ട് നീ ഇതൊക്കെ ഓഫീസിലിട്ടുകൊണ്ട് പോ എന്ന് പറയുകയാണ് ദേവയാനി. അനാമികയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.